സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നേസർ. ഓക്കെ, അപ്പം ഇത് നമ്മളൊരു പുതിയ സീരീസ് ആണ്. പുതിയ സീരീസിന്റെ പേരാണ് ഹൺഡ്രഡ്സ് ഓഫ് ഫ്രീ ഹോസ്റ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ഹൺഡ്രഡ്സ് ഓഫ് ഫ്രീ ഹോസ്റ്റിന്റെ പാർട്ട് 1 എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതിനകത്ത് ഈ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ഒരു സംഭവത്തിന്റെ ഇതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ ഞാൻ ഒരിക്കലും പ്രൊമോഷൻ വാങ്ങില്ല. പെയ്ഡ് പ്രൊമോഷൻ, സർവർ പ്രൊമോഷൻ സംഭവങ്ങളൊന്നും ഞാൻ വാങ്ങത്തില്ല. അപ്പം ഇതൊന്നും വാങ്ങാതെ 100% ഞാൻ യൂസ് ചെയ്ത് ജെന്യുവിൻ ആയിട്ടുള്ള ഇത് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, കൂടുതൽ പേരും പെയ്ഡ് പ്രൊമോഷൻ വാങ്ങിയാണ്ട് വീഡിയോ എടുക്കലാണ്. ബട്ട് ഞാൻ അതൊന്നും ചെയ്യത്തില്ല. ഓക്കെ, ഞാൻ ജെന്യുവിൻ ആയിട്ട് ഈ ഒരു സീരീസിനകത്ത് എന്തായാലും എന്തിടുള്ളൂ, ഹോസ്റ്റസ് ഇടുള്ളൂ. അപ്പം ഇനി ഞാൻ വല്ലാന്നും പറയുന്നില്ല. അപ്പം ഇന്നത്തെ നമ്മളെ ഹോസ്റ്റാണ് എറ്റിക്സ്. ഓക്കെ, ആറ്റിക്സ് ഹോസ്റ്റ്. അപ്പം ഈ ഒരു ഹോസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹോസ്റ്റ് ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ഇതൊരു ഇന്ത്യൻ ഹോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ പിങ് കുറവായിരിക്കും. ബട്ട് ചില ചെറിയ പ്രോബ്ലംസ് ഈ സർവറിനകത്ത് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയും. അപ്പം അത് ഞാൻ ഈ വീഡിയോ കഴിയുന്നതിന് മുമ്പ് പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ ഈ ഹോസ്റ്റിന്റെ ഇതിനകത്ത് കിടക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഹോസ്റ്റിന്റെ ഡിസ്കോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് കാണുമെന്നറിയോ? അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സെർവർ കാണും. ഓക്കെ, അപ്പം ഡിസ്കോഡ് ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആറ്റിക് ഹോസ്റ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പം വർക്ക് ആയിക്കോണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റുകാർ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കും. അതെനിക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ ഹോസ്റ്റ് എങ്ങനെ ഉപയോഗിക്കല്, ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കല് എന്നാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ഇത് മാക്സിമം ഷോർട്ട് ആക്കാൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ലെങ്തി വീഡിയോ ഇട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പം ഇതാണ് ആക്സിറ്റിൻ്റെ ഡിസ്കോഡിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, ഡിസ്കോഡിൻ്റെ മറ്റേ സംഭവം എന്താണ്, ഡിസ്കോഡ് വരുന്നത്, ഡിസ്കോഡ് സെർവർ. അപ്പം ഇതിനകത്ത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഒന്നാണ് ലിങ്ക്സ്. ഈ ലിങ്ക്സിനകത്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗെയിമിങ്ങിൻ്റെ പാനൽ കിട്ടുക. അതുപോലെ തന്നെ ഇതിനകത്താണ് ഇതും കിട്ടുക, എന്തിരി ആക്സിറ്റിൻ്റെ എല്ലാ ആവശ്യമുള്ള ലിങ്കുകൾ ഇതിനകത്താണ് കിട്ടുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ അടിക്കേണ്ടത് ഇതടിക്കാം. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നതാണ് സപ്പോർട്ട്. ഓക്കെ, അപ്പം ഈ ഒരു സപ്പോർട്ടിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, സെർവറിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ സപ്പോർട്ടിനകത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പം മീൻസ് ജനറൽ ഇഷ്യൂ ആണെങ്കിൽ, അല്ല നിങ്ങൾ സെർവറിൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, അത് കിട്ടും. ഞാൻ കൂടുതൽ ചെയ്യൽ, നമുക്ക് മീൻസ് ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇവിടെ മാത്രമേ ഇഷ്യൂ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. മീൻസ് ഇവിടെ അവരെ പ്രോബ്ലംസ് പറഞ്ഞാൽ ചെയ്തു തരും. ഓക്കെ, അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരും പ്രോബ്ലംസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഡിസ്കോഡ് സെർവറിനകത്ത് കേൾക്കേണ്ടത്. എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ജസ്റ്റ് കേൾക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിങ്ക്സിനകത്ത് കയറിയിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇനിയാണ് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഫ്രീ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കാണും. ഇപ്പോൾ ഈ ഫ്രീ ക്ലയൻ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കയറണം. അപ്പോൾ മനസ്സിലായില്ലേ എന്ത്? ആദ്യം നിങ്ങൾ പോവുക, ഫ്രീ ക്ലയൻറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓൺ ആക്കിയിട്ടാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ, ഇതിനകത്ത് ഇവിടെ രജിസ്റ്റർ ന്യൂ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം ഈ രജിസ്റ്റർ ന്യൂ മെമ്പർഷിപ്പിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വന്നെങ്കിൽ. ഓക്കെ, അപ്പം ഞാനൊരു ന്യൂ മെമ്പർ അല്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഇമെയിലും പാസ്വേഡ് ഇട്ടിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ അക്കൗണ്ട് ലോഗിൻ ചെയ്യും. ഓക്കെ, അപ്പം ഞാനിത് ഇവിടെ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു സെർവറൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിവിടെ. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് വന്നിട്ട്, അപ്പം ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് വേണം. അതായത് നിങ്ങൾ സെർവറിനകത്ത് വന്നിട്ട് സെർവറിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ആദ്യം നിങ്ങളൊരു പേര് കൊടുക്കണം, ടെസ്റ്റ് മതി. ഓക്കെ, പിന്നെ ഇതിനകത്ത് ആ ഒരു ഓപ്ഷൻ ഉണ്ടോ, മൈൻക്രാഫ്റ്റ്. ഓക്കെ, ഫ്രീ വെർഷനകത്ത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളും കാര്യങ്ങളുമാണ്. അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടും ചെയ്യാം. ഞാൻ തൽക്കാലം ബെഡ്റോക്ക് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ മുമ്പിൽ ഈ സെർവർ റൺ ചെയ്ത് കാണിക്കണം, അതുകൊണ്ട്. ഓക്കെ,
അപ്പം ബെഡ്റോക്ക് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സൂമൗട്ട് അടിയിട്ട് ഇനി ഇതിനകത്ത് ആകെ വരുന്നത് ബില്ലിംഗ് ഓപ്ഷൻ. ഇത് ഇവിടെ സെലക്റ്റിൽ ഇട്ട് തന്നത് ഓട്ടോ സെലക്ട് ആവണേക്കാരും ബെസ്റ്റ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് വരുന്നതാണ് ഈ ഒരു 3 പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുക ഇതാണ് കേട്ടോ, ഈ 6 GB പ്ലാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നോ ലിമിറ്റ് എന്ന് കാണിക്കും, പക്ഷെ നമുക്ക് ഒരു സർവർ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്ന സംഭവങ്ങളൊക്കെ നല്ലതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ബാക്കപ്സ് ഇല്ല കേട്ടോ ഇതിനകത്ത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്, പക്ഷേ ഈ ഒരു പ്ലാനിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്ലാനിന് ചെറിയ ബഗ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, പിന്നെ സർവർ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് തന്നെ പറയരുത്. ഞാൻ പ്രിഫർ ചെയ്യുക ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തൽക്കാലം ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് സർവർ. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ആയും. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം ഒരു എറർ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, അപ്പോൾ ഈ പേജ് ഒന്ന് റീഫ്രഷ് അടിക്കണം. സോ അപ്പോൾ നമ്മൾ ഈ ഒരു പേജ് റീഫ്രഷ് അടിച്ചു. പക്ഷേ ഈ പേജ് റീഫ്രഷ് അടിച്ച് കഴിഞ്ഞിട്ട് അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞുതരാം. കാരണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ പിന്നെ നിങ്ങളത് മിസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഇതിനകത്ത് കോയിൻസ് ഏൺ ചെയ്യണം. ഓക്കെ, അപ്പം 600 ക്രെഡിറ്റ്സ് എങ്ങനെ ഏൺ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് എനിക്കിപ്പോൾ ഓൾറെഡി 400 സംതിങ് ക്രെഡിറ്റ്സ് ഉണ്ട്. ഇത് ഞാൻ ഏൺ ചെയ്തതാണ്. ഇത് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എൻഡ് ടില്ല് കാണാം. ഞാൻ അപ്ലൈ പറഞ്ഞു തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇതാണ് മാനേജ് സർവർ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് മാനേജ് പ്ലാന്, പിന്നെ സർവറിനെ സസ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇത് സർവറിനെ ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ പിന്നെ വിവരമുള്ളവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് മാനേജ് സർവറിനകത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മാനേജ് സർവറിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതാ ഇങ്ങനൊരു സാധനം തുറന്നു വരും. ഓക്കെ, ഇങ്ങനെ തുറന്നു വന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അതായത് ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് വരും എന്നറിയാം, ലോഗിൻ്റെ ഒരു സംഭവം വരും. അപ്പോൾ നിങ്ങൾ നേരത്തെ അടിച്ചു കൊടുത്ത ജിമെയിലും അതുപോലെ തന്നെ പാസ്വേഡ് അടിച്ചാൽ നിങ്ങൾക്ക് ഈ സംഭവം കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സർവർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നമ്മളെ സർവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഞാൻ ബെഡ്റോക്കിൻ്റെ സെർവറാണ് ഞാൻ കയറ്റിയത്. ബിക്കോസ് എനിക്കിപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്ലഗിൻസ്, ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്ലഗിൻസ് ഡൗൺലോഡ് ആക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫയൽസിനകത്ത് കയറിയിട്ട് ഇവിടെ പ്ലഗിൻസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ അപ്പം ബെഡ്റോക്ക് വാനിലയാണ് എടുത്ത്, അതുകൊണ്ടാണ് ഇതിൽ എനിക്ക് കാണിക്കാത്തത്. ഓക്കെ, അപ്പം അതൊക്കെ കുറച്ചും കൂടി നോളജുള്ള ആൾക്കാർക്ക് അറിയുന്നവർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനൊരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി കൺസോളിനകത്ത് പോവാം. അപ്പം സർവർ ഇപ്പോൾ സ്റ്റാർട്ടായി. അപ്പോൾ സർവർ സ്റ്റാർട്ടായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പണ്ടാരം കോപ്പി ചെയ്യണം. അപ്പം ഇത് കോപ്പി ചെയ്യാം, Ctrl+C. അപ്പം ഇത് കോപ്പി ചെയ്തു. ഇനി ഞാൻ മൈൻക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യും. സോ ഗൈസ്, അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ മൈൻക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പം നമ്മുടെ സർവർ എന്ന് പറയുന്നത്, അപ്പം ഇതാണ് നമ്മുടെ സർവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിങ് ശ്രദ്ധിച്ചാൽ കാണും, ലോ പിങ് ആണ് കാണുക. ബട്ട് ഇതിനകത്ത് ഇടക്ക് വെച്ച് ചിലപ്പോൾ പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ ഇഷ്യൂസൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒരു PC-ക്കകത്താണല്ലോ സാധാരണ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ലോക്കൽ ഹോസ്റ്റ് ആണ്. അപ്പം അവർക്ക് കറണ്ട് കട്ടാവുക, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അത് അവർ വേറെ സോൾവ് ചെയ്യും. ബട്ട് ചിലപ്പോൾ ഇഷ്യൂ വരാൻ നല്ല സാധ്യത ഉണ്ട്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എന്നാലും ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് 24 hours ഓൺലൈനാണ്. ഓക്കെ, അപ്പം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ 24 hours ഓൺലൈനാണോ അല്ലേന്ന് ഞാൻ പറയും. ഇത് 24 hours ഓൺലൈനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മളെ സർവറിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം സർവർ എത്രത്തോളം സ്മൂത്താണെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡിവൈസ് കുറച്ച് ലോ എൻഡ് ആണ്. ലോ എൻഡ് അല്ല, ഹൈ എൻഡ് തന്നെയാണ്, ഒരു മിഡ് റേഞ്ച് ഡിവൈസാണ്. ബട്ട് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ജാവ റൺ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോനകത്ത് കുറച്ച് ലാഗെങ്കിലും കാണാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പം സർവർ കുറച്ചൊക്കെ സ്മൂത്താണ്. ഓക്കെ, അത് ഇനി നിങ്ങൾ ഞാൻ ജാവ ബാക്കിൽ റൺ ചെയ്യുന്നതുകൊണ്ടും സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്നതുകൊണ്ടാണ് നല്ലതുള്ളതുണ്ടാവും. അപ്പം ഇതിനകത്ത് നമുക്ക് നല്ലോണം പൊട്ടിക്കാം, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം ഡിവൈസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് തോനെ നേരെ ഞാൻ കളിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ലാഗ് ഉണ്ടാവും. ഓക്കെ, അപ്പം ക്യൂക്ക് റെസ്പോൺസ് തന്നെ കിട്ടുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെയും ഇവിടെയും ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാം. ഓക്കെ, ഫ്രീ സർവറാണ്. അപ്പം നിങ്ങളോട് അതാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രീ സർവർ ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. പെർമനൻ്റ് ആണ്, പക്ഷേ നിങ്ങൾ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് കാണും അതിനകത്ത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ,
അപ്പം ഇതാണ്. അപ്പം ഇനി ഞാൻ പറയാൻ പോണതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിനകത്ത് കോയിൻസ് ഏൺ ചെയ്യലെന്നാണ്. അപ്പം നമുക്ക് നമ്മൾ ആക്സിറ്റിൻ്റെ ഡാഷ്ബോർഡിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഫ്രീ കോയിൻസ് എങ്ങനെയാണ് നമ്മൾ ഏൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് കയറിയിട്ട് ഏൺ കോയിൻസ്, ഏൺ ഫ്രീ ക്രെഡിറ്റ്സ് ഉണ്ടാവും. അതിനകത്ത് കയറിയിട്ട് സ്റ്റാർട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരു ദിവസം ജനറേറ്റ് ചെയ്യണതിന് എത്ര അൺലിമിറ്റഡ് ജനറേഷൻ ഉണ്ട് ഈ ലിങ്ക്. ഓക്കെ, അപ്പം എഗ്രി ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് കയറിയിട്ട് ഗെറ്റ് ലിങ്ക് നിൽക്കാം. ഗെറ്റ് ലിങ്ക്. അപ്പം ഈ എക്സിറ്റിൻ്റെ ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയുന്ന പോലെ ലിങ്ക് പാസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തുള്ള ഇതൊക്കെ എടുത്താണ്ട് മീൻസ് ഇതൊക്കെ എടുക്കാൻ നിൽക്കുന്ന കൈഫുള്ള പോലെ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക പ്രീമിയം സെർവർ വാങ്ങിക്കോ. ഓക്കെ, അപ്പം ഇത് ഫ്രീ സെർവറുള്ളവർക്ക് മാത്രമുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പം ആദ്യമൊക്കെ ലിങ്ക് പാസിൽ ഈ ഒരു സംഭവം ഇങ്ങനെ ഈ സംഭവം വരാറില്ലായിരുന്നു. ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ആഡ്സൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം സ്കിപ്പ് ചെയ്യാം. സോ അപ്പോൾ ഈ ആഡ്സൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ലിങ്ക് കിട്ടും. അപ്പം ഈ ഒരു ലിങ്ക് നമുക്ക് ഒറ്റ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ലിങ്കിനകത്ത് കയറിയാൽ കണ്ടോ, അപ്പോൾ കൺഗ്രാജുലേഷൻസ് യു ഏൺഡ് 3 ഫ്രീ ക്രെഡിറ്റ്സ്. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് ഈ ക്രെഡിറ്റ്സ് ഞാൻ എന്ത് ചെയ്തത് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് കയറുക, എന്നിട്ട് ഈ സാധനം നിൽക്കുക. ഈ സംഭവം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഈ ക്രെഡിറ്റ്സ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങളുടെ സെർവർ ഉണ്ടല്ലോ, ഈ ഒരു സെർവർ. അപ്പം ഞാൻ ഈ വാങ്ങിയ സെർവറിന് മാസത്തിൽ ഇതവിടെ 600 രൂപയാണ് വരുന്നത്. 600 രൂപ മീൻസ് 600 ക്രെഡിറ്റ്സ് ആണ് മാസത്തിൽ വരുന്നത്. സോ അത് കൊടുക്കുക. ഓക്കെ, അപ്പം അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെർവർ കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ സെർവർ ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ആവും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ഒന്നും ലാഗ് കൊടുക്കുന്നില്ല. ഓക്കെ, ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ 20 മിനിറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല, 10 മിനിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഈ ആക്സിറ്റ് ക്ലൗഡിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളി ആയിട്ടുള്ള ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് ടൈം കിട്ടുമ്പം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു സീരീസ് ഇനിയും കാണണമെന്ന് താല്പര്യമുള്ളൂ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ സീരീസ്, അല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഈ സീരീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ സീരീസിനകത്ത് ഇനിയും തോനെ നല്ല അടിപൊളി ഹോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ബെല്ലൈക്കണൊക്കെ അടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യം വരും, ഉറപ്പ്. ഞാൻ ഉറപ്പ് തരുന്ന ഈ സീരീസ് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടും. കാരണം അത്രക്കും നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഹോസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഹോസ്റ്റ് ഫസ്റ്റത്തെ വീഡിയോ ആണ് കുറച്ചൊക്കെ കാര്യങ്ങൾ പിഴച്ച് പോയിട്ടുണ്ടാവും. അത് എൻ്റെ സൈഡിലുള്ള ഇഷ്യൂ ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സെർവർ ഉണ്ട്. ഓക്കെ, ആ സെർവറിനകത്ത് മീൻസ് അതിനകത്ത് കളിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഡിസ്കോഡ് സെർവറിനകത്ത് കയറിയാൽ മതി. എൻ്റെ ഡിസ്കോഡ് സെർവറും എൻ്റെ സെർവറിൻ്റെ ഡിസ്കോഡൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഔട്ട്. ഓക്കെ, അപ്പം ഈ സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് പിന്നെ അപ്പം എല്ലാവർക്കും